എൻ്റെ പേര് പ്രസീത. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പുന്നലത്തോടിയിൽ നിന്നാണ് വരുന്നത്. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്ന പായസം വാഴപ്പിണ്ടി പ്രഥമനാണ്. വാഴപ്പിണ്ടി പ്രഥമന് ആവശ്യമായ സാധനങ്ങൾ: വാഴപ്പിണ്ടി അരിഞ്ഞത്, നെയ്യ്, ചൗവരി, ഏലക്ക പൊടിച്ചത്, ശർക്കര പാനിയാക്കിയത്, ജീരകം പൊടിച്ചത്, ചുക്കുപൊടി, തേങ്ങാക്കൊത്ത്, തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്. പത്തനംതിട്ടയിൽ നിന്നൊരു വാഴപ്പിണ്ടി പ്രഥമനുമായിട്ട് ഒരാളുണ്ട് ഇവിടെ. ദേ നിൽക്കണോ? ഓക്കെ, വളരെ സന്തോഷം. വാഴപ്പിണ്ടി അങ്ങനെ അധികം ആരും പായസം ഉണ്ടാക്കി കണ്ടിട്ടില്ല അല്ലേ? കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് വന്നു. ഇപ്പോൾ ഇവിടെ എല്ലാവരും അങ്ങനെയാണല്ലോ എക്സ്പെരിമെന്റ്. അത് നമുക്കെങ്ങനെ സെലക്ട് ചെയ്യാം? ഞാനും ഇങ്ങനെ വണ്ടടിച്ച് കിടക്കാണ്. എന്താ ചെയ്യാൻ പറ്റുക? ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഓക്കെ, അപ്പം നല്ല തയ്യാറെടുപ്പോട് വന്നിരിക്കുകയാണ്. കോമ്പറ്റീഷൻ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട്. സീത നല്ലതായിട്ട് പെർഫോം ചെയ്യട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. മാഡത്തിനെ കാണുന്ന വളരെയധികം. എന്നെ മാത്രമേ ഉള്ളൂ? അതെ, ഇവിടെ രണ്ടുപേരെ ഇത് കുഞ്ഞിനെ തൊട്ട് മാജിക്കാവും കണ്ടാണ്. എന്നെ മാഡത്തിനെ കാണണം ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചതാണ്. അപ്പൊ നമ്മളേതായാലും സീനിയർ സിറ്റിസൺ ആണ്. പാചകത്തിലെ ഗുരുവാണെന്ന് പറയാം. ഓക്കെ, സന്തോഷമുണ്ട്. വളരെ ഗുരുവാണ് മാഡം. ഞാൻ എല്ലാ വീഡിയോ മാഡത്തിന്റെ കണ്ടാണ് ചെയ്യാറുള്ളത്. ആദ്യമായി ഞാൻ നെയ്യ് ചൂടായ പാത്രത്തിലേക്ക് ഇടുകയാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ച വാഴപ്പിണ്ടി അതിലേക്ക് ഇട്ടു. അത് 5 മിനിറ്റ് വഴറ്റിയെടുക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ശർക്കര പാനിയാക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഇതിനകത്ത് കിടന്ന് 5 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അന്നേരം ആദ്യം നമ്മൾ 3-ാം പാല് ഒഴിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചൗവരിയും കൂടെ ചേർക്കുകയാണ്. അതിനുശേഷം നമ്മൾ 2-ാം പാൽ ചേർക്കുക. 2-ാം പാൽ ഒഴിച്ച ശേഷം 15 മിനിറ്റ് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ആ കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും, 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടണം. ഇത് നല്ലതായിട്ട് പായസത്തിൽ യോജിച്ച് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് ഒരു വഴനയിലയുടെ ഒരിലയും കൂടി ഇടുക. രുചി കൂടാൻ ഇത് സഹായിക്കും. ഇതൊന്ന് കുറുകി വരുമ്പോഴേക്ക് നമുക്ക് 1-ാം പാൽ ചേർക്കാം. 1-ാം പാൽ ചേർത്തിട്ട് ഒന്ന് ചൂടാകുമ്പോഴത്തേന് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇവിടെ വാഴപ്പിണ്ടി പ്രഥമനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പല ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. വാഴപ്പിണ്ടി പ്രഥമനിൽ അത് തന്നെ, അതായത് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അല്ലേ? ഇല്ല, നമ്മുടെ സാധാ. പക്ഷെ ആ ഫ്ലേവർ ചെയ്യാനായിട്ടേ വഴന കണ്ടിരുന്നു. അപ്പോൾ ആ വഴനയുടെ ഫ്ലേവർ നല്ല കോമ്പിനേഷനാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പായസമാണോ? അതെ അതെ. പത്തനംതിട്ടയിൽ ഇങ്ങനെ ഞാൻ കേറ്ററിംഗ് യൂണിറ്റ് നടത്തുന്നുണ്ട്. ഇവിടെ ഉള്ളവരെല്ലാം പ്രൊഫഷണൽസ് ആണ്. ഇപ്പോൾ കേറ്ററിംഗ് യൂണിറ്റ് ഒരുപാട് പേര് ഓൺടർപ്രണേഴ്സ് ആയിട്ട്. നന്ദൂസ് കിച്ചൺ എന്ന് പറയും. നന്ദൂസ് കിച്ചൺ ഫ്രം പത്തനംതിട്ട. കേറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഇത് എല്ലാം കൊടുക്കും. എത്ര ആൾക്കാർ? വെഡിങ് ഉണ്ടോ? വെഡിങ് ഇല്ല, നമ്മുടെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ ചെറിയ ചെറിയ. മാക്സിമം നമ്പർ ഒരു 200-250 ചെയ്യാറുണ്ട്. ചെറിയ ഇറ്റ്സ് ഗുഡ്, അടിപൊളി. പിന്നെ ഉണ്ണിയപ്പം, വട്ടയപ്പം ഒക്കെ കൊടുക്കുന്നുണ്ട്, ബേക്കറി സാധനങ്ങളെല്ലാം. ഓക്കെ, വെരി ഗുഡ്, അടിപൊളി. ഓക്കെ, ഈ പായസം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഈ തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇടുകയാണ്. അണ്ടിപ്പരിപ്പ് പാകമാകുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. അടുത്ത നമ്മൾ കിസ്മിസ് ഇടുകയാണ്. കിസ്മിസ് പാകമാകുമ്പോൾ പാത്രത്തിലേക്ക് കോരി മാറ്റുക. നമ്മുടെ വാഴപ്പിണ്ടി പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്തും ഇതിൻ്റെ മേലെ വിതറുക. അതിനുശേഷം 1/4 ടീസ്പൂൺ നെയ്യ് ഇട്ടാൽ ഈ പായസത്തിൻ്റെ രുചി വർദ്ധിക്കുന്നതായിരിക്കും.